രക്ഷിതാക്കളുടെ കെയറിങ്ങിനായിരിക്കണം കുട്ടികൾ വളരുന്നത്. ഒരിക്കലും അവരെ തനിച്ചിരുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ് ആക്കിക്കൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർ ഇടപെട്ടുകൊണ്ടേയിരിക്കണം. വീട്ടുകാര്യങ്ങളിലാകട്ടെ, ജോലിയിലാകട്ടെ, പഠനത്തിലാകട്ടെ, അല്ലെങ്കിൽ കായികവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ മക്കൾ വ്യാപൃതരായിരിക്കണം. അതിനെന്തെങ്കിലും ഒരു പണിയുണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയുള്ള മോശപ്പെട്ട അവസ്ഥയിലേക്ക് അത് തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമുണ്ടാകില്ല. ലഹരി ഉപയോഗിക്കാൻ സമയമല്ലേ, എന്നാലും ലഹരിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഒളിഞ്ഞിരുന്നുകൊണ്ട് ആക്രമിക്കുന്ന, വാങ്ങിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ലഹരിമാഫിയകളെ വളരെ സുഗമമായി പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ കാണുന്ന ചെറിയ കൊച്ചുമക്കളിലാണ് ലഹരിയുടെ അഡിക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ലഹരി മാത്രമല്ല, നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് പോലുള്ളതാണ്. ലഹരി എന്ന് പറയുന്നത് സാധിക്കും. ചില ആളുകൾക്ക് പണത്തിലായിരിക്കും, മറ്റു ചില ആളുകൾക്ക് വായനയിലായിരിക്കും, മറ്റു ചില ആളുകൾക്ക് കാര്യത്തിലായിരിക്കും. അപ്പൊ അവരുടെ നമ്മൾ എല്ലാ മുറിയിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാതെ വളരെ സന്തോഷമായിട്ട് നമുക്കൊരു കുടുംബ ജീവിതവും അതുപോലെ വലിയൊരു സാമൂഹിക പ്രതിബദ്ധത തീർക്കുകയാണ്. വലിയൊരു സാമൂഹിക വ്യവസ്ഥയിൽ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്നിവിടെ നോമ്പ് എന്ന് പറയുന്ന ഒരു മഹത്തായ വിഭാഗത്തിന്റെ ഒരു ആരാധനയുടെ വെളിച്ചത്തിൽ ഒരുപാട് എല്ലാവരെയും ഒരുമിച്ചുകൂട്ടി ഒരു സമൂഹം നോമ്പ് തരം നമ്മളിവിടെ സങ്കല്പിക്കുമ്പോൾ ഇവിടെ ഒരു സൗഹാർദ്ദത്തിന്റെ, ഇവിടെ ഒരു സന്തോഷത്തിന്റെ, ഇവിടെ ഒരു സമാധാനത്തിന്റെ, ഇവിടെ ഒരു ഐക്യത്തിന്റെ മാതൃക നമ്മളിവിടെ തീർക്കുകയാണ്.